ഈ മോട്ടു എവിടേക്കാ പോയത്? രാവിലെ മുതൽ കാണുന്നില്ലല്ലോ. നീ ഇതെവിടെയാ? ഇന്ന് രാവിലെ നീ ഒന്നും പറയാതെ നീ എവിടേക്കാ പോയത്? എന്താ പരിപാടി? വാതിൽ തുറക്ക്, അപ്പം മനസ്സിലാവും. ഇത്രയും മനോഹരമായ കാർ നീ എവിടെന്നാ മേടിച്ചേ? ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ? ഈ കാർ ഞാൻ നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി ഡോക്ടർ ജഡ്കയോട് പറഞ്ഞു ഉണ്ടാക്കിച്ചതാ. അറിയോ? വരൂ പത്ലു, നമുക്കൊരു ലോങ് ഡ്രൈവ് പോയിട്ട് വരാം. വന്നിരിക്കേ. ഇത്രയും വില കൂടിയ കാർ എവിടുന്നാ മേടിച്ചേ? മെക്കാനിക് ഷെഡിൽ നിന്ന് പഴയ കാറ് മേടിച്ചിട്ട് ഡോക്ടർ ജഡ്കയുടെ കൈ കൊടുത്ത് പുതുക്കിപ്പിച്ചതാ. ഡോക്ടർ ജഡ്ക ഇതിൽ ഒരുപാട് പുതിയ ഫെസിലിറ്റീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്റെ പത്തിലു ഇറങ്ങിയ ബോണറ്റും തുറക്ക്, എന്നിട്ട് നോക്ക് കാർ എന്താ സ്റ്റാർട്ട് ആവാത്തതെന്ന്. സോറി സോറി, ഞാൻ ഇപ്പൊ തന്നെ ബോണറ്റ് തുറന്നേക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ. പത്ലു, ഇതെന്താ നിങ്ങൾ കാണിക്കുന്നേ? വേണ്ട, അരുത്, മോട്ടു വേണ്ട. നിർത്ത് മോട്ടു, വേണ്ട. നിനക്ക് ഇത്ര അഹങ്കാരോ? എവിടേക്ക് ഓടണേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നന്ദിയുണ്ട്. എന്തൊരു ഗിഫ്റ്റാ നീ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് തന്നത്. ഈ കാറിൽ സഞ്ചരിച്ച ജീവൻ എപ്പോഴും അപകടത്തിലാ. സോറി കൂട്ടുകാരാ, തെറ്റ് സംഭവിച്ചു പോയി. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ കാറിന് യാതൊരു പ്രശ്നവും ഇല്ലെന്നേ. ഇതിലെ കള്ളന്മാരെടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് സീറ്റ് എജക്ട് ചെയ്യാനുള്ള ബട്ടൺ. ബട്ടൺ അമർത്തിയാലേ സീറ്റ് കള്ളനെയും കൊണ്ട് ആകാശത്തിലേക്ക് എത്തും. ഈ ബട്ടൺ അമർത്തിയ ആരുടെ സീറ്റാണ് എജക്ട് ആയി പുറത്തേക്ക് പോകുന്നത്? എന്റെയോ അതോ നിന്റെയോ? അയ്യോ, അത് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ നോക്കിക്കളയാം. വേണ്ട, നിർത്ത്. എന്റെ മോട്ടു, നീ ഫ്രണ്ട്ഷിപ്പ് ഡേയില് എന്നെ മേലേക്ക് അയക്കാനുള്ള പരിപാടിയാണോ? ഇറക്കി വിട എന്നെ ഇപ്പോ, ഈ നിമിഷം. സോറി, ഡോക്ടർ ജഡ്ക കാറിന്റെ മേൽക്കൂരയിലൂടെ പുറത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കാൻ മറന്നുപോയതാ. എന്റെ പത്തിലു, ദേഷ്യം പിടിക്കേണ്ട പത്തിലു, ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ? നോക്ക്, ഞാൻ നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം ഗാഡ്ജറ്റ്സാ ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നെന്ന് അറിയോ? നിന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നീ ഇതിലുള്ള ഒരു ബട്ടൺ അമർത്തിയാൽ മതി. അതിപ്പോ എത്ര വലിയ കുറ്റവാളി ആയാലും അവന്റെ കാര്യം പോക്കാ. എന്നെ നീ ഒരു ബട്ടണും പ്രസ് ചെയ്ത് കാണിക്കണ്ട. കണ്ടിടത്തോളം മതിയായി. വേഗം വീട്ടിലേക്ക് പോ. നീ ഒന്ന് നോക്കി നോക്ക്, നിനക്ക് സന്തോഷാവും. ശരി, ഞാൻ ബട്ടൺ ഒന്നും അമർത്തുന്നില്ല. നീ സ്വയം തന്നെ ദേ ഇതുപോലെ ഒന്ന് അമർത്തി നോക്ക്. എന്റെ അമ്മേ, അച്ഛ, മുത്തശ്ശ, മുത്തശ്ശി, ഒന്ന് നിർത്താൻ പറ. യോ, ഈ പത്തില് എവിടെ പോയി കിടക്കുക? അവന് വേണ്ടി ഞാൻ എത്ര നല്ല ഗിഫ്റ്റാ കൊണ്ടുവന്നത്. എന്നിട്ട് കണ്ടില്ല അവൻ പോയി കളഞ്ഞത്. അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഡോക്ടർ ജഡ്ക, ചിങ്കം സാറിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവാ വേഗം. Stop in the name of law. മോട്ടു, വണ്ടി നിർത്ത്. നിർത്താൻ. സാറേ, ബ്രേക്ക് പിടിക്കുന്നില്ല, അതുകൊണ്ട് കാറിന് നിർത്താൻ പറ്റുന്നില്ല. മോട്ടു, എന്താ സംഭവിച്ചത്? പത്തിലും എങ്ങനെയാ ഡിക്കിക്കകത്ത് കുടുങ്ങി പോയത്? എന്ത്?
പത്തില് ഡിക്കിയിലാണെന്നോ? എനിക്കറിയുന്നില്ലല്ലോ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ ഈ ബട്ടൺ അമർത്തിയപ്പോഴേ ഇപ്പൊ മനസ്സിലായില്ലേ പത്തില് എങ്ങനെ ഡിക്കിയിൽ എത്തിപ്പെട്ടതെന്ന്. വെൽക്കം ഡോക്ടർ ജഡ്ക. ഞാൻ നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കൊടുത്തയച്ച ഗിഫ്റ്റിന് എനിക്ക് നന്ദി പറയണമെന്നുണ്ട്. ഓ എന്റെ ചങ്കെ, താങ്ക് യു ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നേ, ഇതെന്റെ കടമയല്ലേ. ഇപ്പൊ ഞാൻ എന്റെ കടമ നിർവഹിക്കാൻ പോക. ഇന്നാ പിടിച്ചോ. മോട്ടു സ്റ്റോപ്പ്. നിർത്താനല്ല പറഞ്ഞത്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. എന്റെ അമ്മോ, ഞാൻ എന്തൊക്കെയാ കാണുന്നത്. വേണ്ട വേണ്ട, എന്നെ തല്ലല്ലേ. Stop the car! ചിലപ്പോ ഇപ്പൊ ഈ കാർ നിൽക്കുമായിരിക്കും. എന്റെ അമ്മോ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണത്. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഏയ് മോട്ടു, നീ എന്തിനാ ബട്ടണെ പിടിച്ച് പ്രസ് ചെയ്ത്? അത് ശത്രുക്കളെ കൊല്ലാനുള്ള മിസൈലാണ്. രക്ഷിക്കണേ. മുകളിലുള്ളവനോ താഴെയുള്ളവനോ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സോറി, ഞാൻ കാരണം ചിങ്കം ഒരിക്കലും മോളിലുള്ളവന്റെ അടുത്തേക്ക് എത്താൻ പാടില്ല. അദ്ദേഹത്തെ രക്ഷിക്കൂ പ്ലീസ്. ചിങ്കം സാറ് മുകളിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാ തോന്നുന്നേ. നമ്മളെയും കൊണ്ടുപോകാനുള്ള പരിപാടിയാ. ഓടിക്കോ. രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ. ചിങ്കം സാറേ, ദൂരത്തേക്ക് പോ. വേറെ എവിടേക്കെങ്കിലും പോ. വേഗം പോ. എന്റെ അമ്മോ, എനിക്ക് എങ്ങനെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും? ഇതിനകത്ത് സ്റ്റിയറിംഗ് വീലൊന്നും ഇല്ലല്ലോ. ഇത് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് ഞാനും പോകും. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. ഒളിച്ചേ, നമ്മളെ രക്ഷപ്പെട്ടേ. ഈ കാർ പറക്കുവോ? പറക്കുന്നതല്ല, റോക്കറ്റിനെ പോലെ മേലേക്ക് പൊങ്ങുകയുള്ളൂ. താഴേക്ക് ഇറങ്ങാൻ ഒരു വഴിയുമില്ല മോട്ടു. ക്രാഷ് ലാൻഡിങ് ഇനി പറ്റത്തുള്ളൂ. ആരാ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ള ഐഡിയയുമായിട്ട് വന്നത്? ഗിഫ്റ്റ് ഇല്ലാതെ ഞാൻ എത്ര സുഖമായിട്ട് ഇരുന്നതാ. ഡോക്ടർ ജഡ്ക, രക്ഷിക്കണം. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. എന്റെ പൊന്നു ചെങ്ക സാറേ, ഞങ്ങളുടെ പുറകെ എങ്ങനെ വരരുത്. ഞങ്ങള് കുറ്റവാളികളൊന്നും അല്ലല്ലോ സാറേ, ഞങ്ങളുടെ പുറകെ എങ്ങനെ വരാനായിട്ട്. ചിങ്കം സാറെ രക്ഷിക്കൂ. നിങ്ങളുടെ നിയമമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. ഞങ്ങളെ രക്ഷിക്കൂ. ഓക്കേ. എന്റെ അമ്മോ. രക്ഷിക്കണേ. ഈ മിസൈല് ഞങ്ങളെ മുകളിലേക്ക് പറഞ്ഞയച്ചോളും. പിന്നെ എന്തിനാ നീ വെറുതെ പിന്നാലെ വരുന്നത്? രക്ഷിക്കണേ. ഇപ്പൊ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം, എന്നിട്ട് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ പറയാം. ഓടിക്കോ മോട്ടു, ഓടിക്കോ. ഇപ്പൊ ഞാൻ നിന്റെ പിന്നാലെ വരാം, ഈ ഗിഫ്റ്റ് എല്ലാം കൂടി തരാൻ.